ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ്. പച്ചക്കുരുമുളകും ഉണക്കമുന്തിരിയും ചേർത്ത രുചികരമായ അച്ചാറാണ്. ഈ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയാണ്. ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം. മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കുക. പച്ചക്കുരുമുളക് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കിയെടുത്തതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കടുകും ഉലുവയും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കായവും വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രുചികരമായ പച്ചക്കുരുമുളക് ഉണക്കമുന്തിരി അച്ചാർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.